ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ജാനുവരി 22 ടു 28 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണെന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 25ന് പൂർണിമ, അതായത് ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സമയം കുറച്ചും കൂടെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി പയൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. 7 of Swords, the Empress, Ace of Pentacles. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നമുക്ക് കാർഡ്സ് എല്ലാം എടുത്തിട്ട് നോക്കാം. നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് 7 of Swordsൻ്റെ എനർജിയാണ്. ഈ ഒരു പ്രാവശ്യം മൺഡേ ടു സൺഡേ വരെയുള്ള 7 ഡേയ്സിൻ്റെ എനർജി ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 7 of Swords വന്നിട്ട് മൺഡേയുടെ എനർജിയാണ്. King of Pentacles, 5 of Swords, Page of Pentacles, Page of Swords, 8 of Swords, and King of Wands. ബാക്കിൽ വന്നിട്ട് 4 of Cupsൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ മൺഡേ വന്നിട്ട് 7 of Swordsൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുള്ളാകുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ അപ്സെറ്റ് ചെയ്യുന്ന, ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്സിലും കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹെൽത്തി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ചും കൂടെ ഈവനിങ് ടൈം ആഫ്റ്റർ 7 കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നൈറ്റ് ടൈമിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ന്യൂസ്, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്യൂസ്ഡേ വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു മാസ്കുലിൻ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി വന്നിട്ട് ചിലപ്പോൾ അവരുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഗാർഡ് ചെയ്ത് നിർത്തുന്നതായിട്ട്. കുറച്ച് പേർക്ക് അവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മണി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബ്ലോക്സ് ഉണ്ടാകുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതിൻ്റെ നീഡ്സ്, അതിൻ്റെ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമാക്കാനായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടാകാം. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ബുക്സ് വാങ്ങാനായിട്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങാനായിട്ട് കുറച്ച് പേര് ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വീട്ടിൽ കംഫർട്ടബിളായിട്ടിരിക്കാനായിട്ടും നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ കൂടെ കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ഈ ഒരു ഡേ കുറച്ച് പേര് തിരഞ്ഞെടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്, കുറച്ചും കൂടെ ഇവിടെ നമുക്ക് ഡോഗിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ, നിങ്ങളുടെ വാക്കുകളിൽ കുറച്ചും കൂടെ ഹോണസ്റ്റി കൊണ്ടുവരാനായിട്ട്, കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രോമിസ് നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്, ഈ ഒരു ഡേ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അവരുടെയും ഹെൽത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്.
ഓക്കെ. ഇവിടെ വെനസ്ഡേ വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെയും നമുക്ക് ഈ ഒരു സെയിം എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഡേ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മെമ്മറിയിലോട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഓർത്ത് ചിന്തിക്കുന്നുണ്ടാകാം. അതിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു ഡേ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ഡേ പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങാനായിട്ട്, ജാക്കറ്റ് വാങ്ങാനായിട്ട്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർ ഈ ഒരു ഡേ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് ടെൻഷൻ, ഓക്കെ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം. കുറച്ച് പേർക്ക് ഒരു ടയർഡ്നെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെയും കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇവിടെ തേഴ്സ്ഡേ വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് കുറച്ചും കൂടെ യങ് എനർജിയാണ്. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ കുട്ടികളുടെ എനർജി, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങളുടെ എന്താ പറയുക ക്ലാസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിരിക്കാം. അവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു തേഴ്സ്ഡേ പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേരോട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓറഞ്ച് കളർ, അതായത് സേക്രൽ ചക്രയുടെ എനർജി, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ എനർജീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഫ്രൈഡേ വന്നിട്ട് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ വന്നിട്ടും എഗെയിൻ ഇവിടെ ഒത്തിരി ഹയർ ലേണിംഗ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ദിവസം. കുറച്ച് പേർക്ക് ഈ ഒരു ഡേ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഡേ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് വീക്കെൻഡ് പ്ലാൻ നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ, സിറ്റിയിൽ ചെറിയ ഒരു ട്രാവൽ പ്ലാൻ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു ദിവസം നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വരുന്ന ഐഡിയാസ്, നിങ്ങൾക്ക് വരുന്ന ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സ് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ സാറ്റർഡേ വന്നിട്ട് 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു മിററിൽ വന്നിട്ട് ഈ ഒരു പെൺകുട്ടി സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ഒരു വ്യക്തി സ്റ്റക്കല്ല, ഒൺലി മെൻ്റൽ സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ, അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡേ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് നൽകാനായിട്ട്, അതല്ലെങ്കിൽ ആൻസിസ്ട്രലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഡേ കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ മെൻ്റലി ചില കാര്യങ്ങൾ ഇവിടെ ബ്ലോക്കാക്കി നിർത്തുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 4 ഓഫ് കപ്സിൽ എനിക്ക് ചിലപ്പോൾ ഈ ഒരു ഡേ കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ഒരു ന്യൂ അവസരം, ഒരു ഇൻവിറ്റേഷൻ, ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട്, സ്റ്റക്കായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്പേസ് കുറച്ചും കൂടെ ക്ലെൻസ് ചെയ്യാനായിട്ടും ഈ ഒരു ഡേ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺഡേ വന്നിട്ട് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഡേ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറേ കൂടെ എലോൺ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഈ ഡേ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ദിവസം ഇവിടെ നമുക്ക് ഫയറിൻ്റെ എനർജി, ഓക്കെ, ഒത്തിരി എന്താ പറയുക
നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഒത്തിരി ആക്ടിവേറ്റ് ആയിട്ടും ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോളേജ് നേടാനായിട്ട്, അറിവ് നേടാനായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ നിങ്ങളുടെ പവറിൽ നിങ്ങളിരിക്കുന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ഒരു ഗൈഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഒരു ഡേ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവ് കൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു വീക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇവിടെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക കുറച്ചും കൂടെ ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ വാക്കുകൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, കറക്റ്റ് വേർഡ്സ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിൽ. നിങ്ങൾ ഈ ഒരു വീക്ക് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ഒരു അവസരം, ഓക്കെ, ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതാണ്. കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാനായിട്ടും ശ്രമിക്കുക. ഈ ഒരു വീക്ക് ഇമോഷണലി കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിലോട്ടുള്ള? പൈൽ നമ്പർ 1 അഫർമേഷൻ എന്താണ്? ബ്ലെയിം. ഐ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ വെൽ ബീയിങ്. ഇവിടെ വന്നിട്ട് നിങ്ങളോട് ബ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുക, നിങ്ങളെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്നിട്ട് മാറാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു എനർജി തന്നെയാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിലാണ് തെറ്റെങ്കിൽ നിങ്ങളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഓക്കെ, അല്ല മറ്റൊരു പേഴ്സൻ്റെ കയ്യിലാണ് തെറ്റെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ശാന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ നിങ്ങളുടെ വെൽബീയിങ്, നിങ്ങളുടെ ഹെൽത്ത്, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്നേഹത്തിൻ്റെ എനർജി അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, ഒരു അഫർമേഷനും കൂടെ എടുക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. സറണ്ടർ. ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ടാണ് പറയുന്നത്. മെയിനായിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരിക. കാരണം മറ്റുള്ളവരെന്താണ് ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരെങ്ങനെയാണ് പെരുമാറേണ്ടത്, അത് നമ്മളുടെ കയ്യിലല്ല. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മളുടെ കൺട്രോളിൽ എന്തെല്ലാം ഉണ്ട്, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കിങ് ഓഫ് വാൻഡ്സിലും കുറച്ചൊരു ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാനായിട്ട്, നിങ്ങളുടേതായ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അത് ചിലപ്പോൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, സ്വീകരിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു എനർജി കെയർഫുള്ളാകുക. നിങ്ങൾ ഓവറായിട്ട് എന്താ പറയുക റിസൾട്ട്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാതിരിക്കുക. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഈ ഒരു വീക്കിലോട്ടുള്ള? റേ ഓഫ് ഹോപ്പ്. ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ പ്രത്യാശയോടുകൂടി കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന, ഹോപ്പ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീക്ക് സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അട്രാക്ഷൻ. ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒത്തിരി പാഷൻ, ഒത്തിരി അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും കുറേ കൂടെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻറ്റ്സ് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക്. ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ഈശ്വരൻ ഇടപെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീക്ക് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താഴെ പോയി. ഹെയർ ഗ്രോത്ത്, ഇവിടെ നിങ്ങൾക്ക് എഗെയിൻ വന്നിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് കുറച്ചും കൂടെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീനിലൊക്കെ നിങ്ങൾ ഈ ഒരു വീക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നമുക്ക് നോക്കാം. താങ്ക് യു. നെക്സ്റ്റ് മെസ്സേജ് എന്താണ്? പൈൽ നമ്പർ 1, 11 മേക്ക് എ വിഷ്. ബ്യൂട്ടിഫുൾ. ഇവിടെ നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു നമ്പർ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷ് ഫുൾഫില്ലായിട്ട് വരുന്ന ഒരു സൈനായിട്ട് നിങ്ങളോട് കരുതാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നോ, ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ വന്നിട്ട് നോ ആണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് നൽകാത്ത കാര്യങ്ങളോട് നോ പറയാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ്? സ്റ്റോപ്പ് കംപ്ലൈനിങ്. എഗെയിൻ ഈ ബ്ലെയിമിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, ഈ ഒരു എനർജിയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റോപ്പ് കംപ്ലൈനിങ്. സോറി, ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ പറയുന്നത് സ്റ്റോപ്പ് കംപ്ലൈനിങ് ആണ്. ആ ഒരു എനർജിയിൽ നിന്ന് മാറുക. അതല്ല, നിങ്ങളെക്കുറിച്ചിട്ട് ഓവറായിട്ട് മറ്റുള്ളവർ കംപ്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ അധികം വറി ചെയ്യാതിരിക്കാനായിട്ടും ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 അഫർമേഷനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് തോന്നുന്ന, റെസൊണേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു അഫർമേഷൻ താഴെ എഴുതാവുന്നതാണ്. ഐ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ വെൽബീയിങ്. ഓക്കെ, ഞാൻ എൻ്റെ എനർജിയിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. ഓക്കെ, കുറച്ചും കൂടെ ഒരു സമർപ്പണ മനോഭാവത്തിലോട്ട് വരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. കുറച്ചും കൂടെ ഞാൻ യൂണിവേഴ്സിനെ, ഓക്കെ, ഈശ്വരനെ, അവിടെ കുറേ കൂടെ വിശ്വാസം കൊണ്ടുവരാനായിട്ട് ഞാൻ ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ദ എംപ്രസ് ആണ്, നമ്പർ 3. നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പോൾ ഓരോ ഡേയ്സിനും, അതായത് മൺഡേ ടു സൺഡേ വരെയുള്ള ഓരോ ഡേയ്സിനും ഓരോ കാർഡ്സാണ് ഈ പ്രാവശ്യം എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. പൈൽ നമ്പർ 2. താങ്ക് യു. താങ്ക് യു. Pile number 2. ഓക്കെ, ഇവിടെ വന്നിട്ട് ദ എംപറർ, ട്യൂസ്ഡേ. താങ്ക് യു. വെനസ്ഡേ വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ്. തേഴ്സ്ഡേ വന്നിട്ട് ജസ്റ്റിസ്. ഫ്രൈഡേ വന്നിട്ട് ദ വേൾഡ്. സാറ്റർഡേ വന്നിട്ട് 4 ഓഫ് വാൺസ്. സൺഡേ വന്നിട്ട് 9 ഓഫ് വാൺസ്. ഓക്കെ,
നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിട്ട് 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒത്തിരി കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലായിരിക്കാം, മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി സ്പീഡ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഗെറ്റ് ടുഗദറും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല പല പ്ലേസസിൽ നിന്നിട്ട് പല ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു കൂടിച്ചേരലുകൾ ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഓപ്പർച്യൂണിറ്റീസ് ആണ്, നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് വരുന്നതാണ്. അത് ചൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേർ ഇവിടെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാകാം. കാരണം ഒത്തിരി ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള, ഈക്വലി നിങ്ങൾക്ക് ബെനിഫിറ്റ് നൽകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു വീക്കിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രാവലാണ്. ഓക്കെ, ട്രാവലിൻ്റെ ബ്ലെസ്സിങ്ങും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൺഡേ വന്നിട്ട് ഇവിടെ എംപ്രസിൻ്റെ എനർജിയാണ്. എംപ്രസ് വന്നിട്ട് സമൃദ്ധിയുടെ എനർജിയാണ്, ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു ഡേയിൽ കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എനിക്ക് ഇവിടെ എന്താ പറയുക, ചൈൽഡ് ബർത്തും ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലുള്ള ആരുടെയെങ്കിലും എനർജി ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡേ വന്നിട്ട് ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെയെല്ലാം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ അതെല്ലാം കുറേ കൂടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട്, എന്തെങ്കിലും വിഷ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും ഈ ഒരു മൺഡേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായിരിക്കാം, വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ബോഡി ഓവറോൾ കുറച്ച് പേര് ഇവിടെ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുന്നതായിട്ടും ഈ ഒരു ഡേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടെ ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൂടെ എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ഒരു അടുക്കും ചിട്ടയില്ല. കുറച്ച് പേർക്ക് കുട്ടികളുടെ എനർജി കൊണ്ടിട്ടും ഈ ഒരു ദിവസം കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റി, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഒരു ഗ്രീഫിംഗ് സ്റ്റേജ്, അതായത് നമുക്ക് ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ ഒരു ഗ്രീഫിംഗ് സ്റ്റേജിൽ കൂടെ നമ്മൾ പോകും. ആ ഒരു എനർജി ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ആ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു ഡേ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ട്യൂസ്ഡേ വന്നിട്ട് എംപററിൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് 3, അത് കഴിഞ്ഞിട്ട് 4 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ഡേയ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മൺഡേ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ട്യൂസ്ഡേ ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏരീസിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചും കൂടെ നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട്, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് എന്തെങ്കിലും ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട് ഈ ഒരു ഡേ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ എംപറർ വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ എനർജി ആയിരിക്കാം, ഹയർ ലെവലിലുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഡീലിങ്ങും ആകാം. അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓവറോൾ ട്യൂസ്ഡേ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെനസ്ഡേ വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ ഒത്തിരി നാളായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ആവശ്യത്തിന് വെള്ളം, വളം അതെല്ലാം കൊടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രീം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ,
കുറച്ച് പേര് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ നിങ്ങളുടെ റൂട്ട്സ് ആയിട്ട്, നിങ്ങളുടെ ഫാമിലി ആയിട്ട്, നിങ്ങളുടെ ആൻസെസ്ട്രൽ ഹോമായിട്ട്, ഓക്കെ, അതൊക്കെ ആയിട്ട് കുറേ പേര് കണക്ട് ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു സ്ലോ പ്രോസസ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് കുറച്ചൊരു സ്ലോ പ്രോസസ്സ് ആയിരിക്കാം. ചിലപ്പോൾ പതുക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ചെറിയ ചെറിയ റിസൾട്ട് കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിൽ അമർഷം, ദേഷ്യം, ആ ഒരു എനർജി ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ചും കൂടെ ഗ്രൗണ്ട് ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അതിന് പകരം സ്നേഹം, ലവ്, അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ തേഴ്സ്ഡേ വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസിൻ്റെ എനർജിയാണ്, നീതിയുടെ എനർജിയാണ്, നമ്പർ 11 ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നിട്ട് നിങ്ങൾക്കൊരു കോൾഡ് റിയാക്ഷൻ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കുറച്ചും കൂടെ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം കുറച്ചും കൂടെ കൂളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രിഗർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേർഡ്സും കുറച്ചും കൂടെ സൂക്ഷിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം. ഇവിടെ വന്നിട്ട് ഫ്രൈഡേയുടെ എനർജിയാണ് ദ വേൾഡ്. ഫ്രൈഡേ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ വന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ട്രാവലിൻ്റെ എനർജി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ദൂരയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ ബാഗ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു വേൾഡിൽ വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ്റെ എനർജി, അതായത് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ കുറച്ച് പേർക്ക് പുറത്തെടുക്കാനായിട്ട് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ എത്ര അബണ്ടൻ്റ് ആണ്, എത്ര പോസിറ്റീവാണ്, ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ ലിമിറ്റഡ് ആയിട്ട് വെച്ചേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേര് ഔട്ട് ഓഫ് ബോക്സിൽ നിന്നിട്ട്, നിങ്ങൾ ഇതുവരെ ചിന്തിക്കുന്നതിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു ദിവസം ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസം കുറേ കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറീസും ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട്, അതിർവരമ്പുകൾ, അവിടെ കുറച്ചും കൂടെ സ്ട്രോങ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. 4 ഓഫ് വോൺസ് വന്നിട്ട് ഫ്രൈഡേയുടെ എനർജിയാണ്, ഫ്രൈഡേ അല്ല, സാറ്റർഡേയുടെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ്, ഫ്രണ്ട്സായിട്ടുള്ള ഗെറ്റ് ടുഗദർ, ഔട്ടിങ്, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ നിങ്ങളുടെ ഫാമിലി ആയിട്ട്, റൂട്ട്സ് ആയിട്ട്, ഓക്കെ, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാൻസ്, യോഗ, ഓക്കെ, അതിനെല്ലാം വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് ചേർന്നിട്ട് ഒരു ട്രിപ്പ്, ഒരു പിക്നിക്ക്, അതെല്ലാം കുറച്ച് പേര് ഈ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ട്രാവലൊക്കെ ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഒത്തിരി ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. പ്രത്യേകിച്ചും അപ്പർ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സാറ്റർഡേ വന്നിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ സൺഡേ വന്നിട്ട് 9 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് പേര് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഫിയറിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെടുത്ത ഡിസിഷൻസ് കറക്റ്റാണോ, നിങ്ങളെടുത്ത തീരുമാനം കറക്റ്റാണോ, അതിൽ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് ഈ ഒരു ഡേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ 8 ഓഫ് വോൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ്, ഓക്കെ, ആ ഒരു ട്രാവൽ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ്, എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും ഒരു ബ്ലെസ്സിങ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു 9 ഓഫ് വോൺസ് വന്നിട്ട് പാസ്റ്റിലെ എനർജിയാണ്, പാസ്റ്റിലെ സ്ട്രഗിൾസാണ്. അത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഫോർഗീവ്നെസ് കൊടുക്കാനായിട്ട് കുറച്ച് പേര് റെഡി ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 4 മേജർ ആർക്കാനാസ് വന്നിട്ടുണ്ട്. മേജറായിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഇവിടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ്, മാറ്റങ്ങൾ, ഓക്കെ, ബാലൻസ്, അതെല്ലാം എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി ഇവൻറ്റ്സ്, ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ചിലപ്പോൾ ഒരു ഓവർവെൽമിങ് എനർജി, ആ ഒരു എനർജി ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനായിട്ട്, ഗ്രൗണ്ട് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിലോട്ടുള്ള പായൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിലോട്ടുള്ള? താങ്ക് യു. Pile number 2. Freedom. I possess the power and free will to create my own happiness. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം. നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് നമ്മളുടെ ലൈഫിലെ ഓരോ ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ്, സന്തോഷം, അതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദ ഇന്നർ ക്രിയേറ്റ്സ് ദ ഔട്ടർ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണോ, നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണോ, നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ ഈ ഒരു വീക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ പോകും, പക്ഷെ നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ഇമോഷൻസ് ചിലപ്പോൾ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ആ ഒരു സമയത്തെ ആ ഒരു കാര്യം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പ്രസൻറ്റ് മൂമെൻറ്റിൽ വരിക, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് അഫർമേഷൻ എന്താണ്? താങ്ക് യു. Regret. I know that I cannot change the past. റിഗ്രറ്റ് വന്നിട്ട് കുറ്റബോധമാണ്. അതായത് പാസ്റ്റിൽ ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി, എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചില്ല, അങ്ങനത്തെയൊക്കെ കുറ്റബോധം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ് അല്ലെങ്കിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറച്ചും കൂടെ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങൾ റെഡി ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. ഈ ഒരു വീക്കിലോട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണ്? പൈൽ നമ്പർ 2. സ്കിൻ കെയർ റുട്ടീൻ. ഇവിടെ വന്നിട്ട് കുറച്ച് പേര് നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, അത് ഹീലിങ്ങിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് മെഡിസിൻ, കറക്റ്റ് ഡോക്ടറെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം കൊടുക്കാനായിട്ട് റെഡി ആകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സമയം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികളല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള എനർജിയിലുള്ള ആൾക്കാർ, അവരെ കുറച്ചും കൂടെ കെയർ ചെയ്യാനായിട്ട്, ഓക്കെ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. താങ്ക് യു. പൈൽ നമ്പർ 2. വാവ്, ബ്യൂട്ടിഫുൾ. ഇവിടെ നിങ്ങൾക്ക് പ്രമോഷൻ്റെ ബ്ലെസ്സിങ് ആണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ കരിയറിൽ, നിങ്ങളുടെ ജോബിൽ ഒരു പ്രൊമോഷൻ കിട്ടുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വലായിട്ടായിരിക്കാം. ഒരു പ്രോഗ്രസ് എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെൽത്തി വെയ്റ്റ് ഗെയിൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറച്ച് പേര് നിങ്ങളുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. കംഫർട്ടബിൾ ഹോം. കുറച്ച് പേർക്ക് ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്.
കുറച്ച് പേര് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു വീക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഈ ഒരു 4 ഓഫ് വോൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വീട്ടിൽ ശാന്തി, സമാധാനം, ഹാപ്പിനെസ് അത് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, പൈൽ നമ്പർ 2, സെൽഫ് സാബോട്ടേജ്. ഓക്കെ, ഈ റിഗ്രറ്റിൻ്റെ എനർജി തന്നെയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ എനിമിയായിട്ട് മാറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കാം, ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാം, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് ഓൾറെഡി ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ എനർജി കൊണ്ടിട്ട് നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ആ ഒരു ബ്ലെസ്സിങ് ചിലപ്പോൾ ബ്ലോക്കാക്കി നിർത്തുന്നുണ്ടാകാം. അത് കുറച്ചും കൂടെ കെയർഫുള്ളാകുക ഈ ഒരു വീക്കിൽ. ഓക്കെ, പൈൽ നമ്പർ 2, ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഇവിടെ കുറച്ചും കൂടെ അറിവ് നേടാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ട് ഈ ഒരു വീക്ക് അഭിപ്രായം പറയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണോ അത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കുറേ കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പൈൽ നമ്പർ 2, ഫൊർഗീവ്നെസ്. നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിങ്ങളെ ഫൊർഗീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൊർഗീവ്നെസ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പീസ്ഫുൾ റെസൊല്യൂഷൻ. ഇവിടെ ഹീലിംഗ്, ഫോർഗീവ്നെസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി തന്നെയാണ്. ഇവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലോക്കേജ് മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ഫ്രീ മൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 മോർ ബ്ലെസ്സിങ് എടുക്കാം. താങ്ക് യു. എൻവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലസിയുടെ എനർജിയാണ്, അല്ലെങ്കിൽ കുശുമ്പെന്ന് പറയത്തില്ലേ, ആ ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, അങ്ങനത്തെ എനർജിയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ബ്ലെസ്സിങ്സിൽ എൻവി വരിക, ഓക്കെ, ജലസി വരിക, അങ്ങനത്തെയൊക്കെ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ, ഈ 2 അഫർമേഷനും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പവർ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫ്രീ വിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൽ ഏത് മെസ്സേജസ് ആയിട്ടാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നത് അത് നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ്. ഫ്രീഡം, ഐ പൊസസ് ദ പവർ ആൻഡ് ഫ്രീ വിൽ ടു ക്രിയേറ്റ് മൈ ഓൺ ഹാപ്പിനെസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് റിഗ്രറ്റ്, ഐ നോ ദാറ്റ് ഐ കനോട്ട് ചേഞ്ച് ദ പാസ്റ്റ്. അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. ഇവിടെ വന്നിട്ട് മൺഡേ ടു സൺഡേ 7 ഡേയ്സിലോട്ട് ഓരോ കാർഡ്സാണ് എടുക്കാൻ പോകുന്നത്. താങ്ക് യു. പൈൽ നമ്പർ 3. താങ്ക് യു. ഇവിടെ വന്നിട്ട് ചാരിയറ്റ്, സിക്സ് ഓഫ് കപ്സ്. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. Five of Pentacles,
Seven of Swords, Two of Swords, Four of Swords. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിട്ട് ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ മനസ്സിൽ ഡീപ്പായിട്ടുള്ള വൂൺസ്, നിങ്ങൾ മനസ്സിൽ അടക്കി വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട്, താഴെ നമുക്ക് സ്റ്റാറിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ ആൻസിസ്ട്രി, നിങ്ങളുടെ പൈതൃകം, ഓക്കെ, നിങ്ങളുടെ ഫാമിലി, അത് കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രൗഡ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വീക്ക് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ട്രൂത്ത്, സത്യം, ഓക്കെ, അത് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് മൺഡേയുടെ എനർജി വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ, പല പല കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡേ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ചും കൂടെ എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഒത്തിരി കുറച്ച് പേര് പുതിയ ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ടാകാം. അതിനെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ടുള്ള മണി, ഫിനാൻസ്, ഫണ്ട് കണ്ടെത്തുക, ഓക്കെ, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അതിൽ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടെത്താനായിട്ട്, ഫണ്ട് കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ഡേയിൽ കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ഒത്തിരി അപ്രീസിയേഷൻ ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ കലകൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ്, ഗ്രോത്ത്, അതെല്ലാം ഈ ഒരു ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ട്യൂസ്ഡേ വന്നിട്ട് ചാരിയറ്റിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഇവിടെ നമുക്കൊരു പോർട്ടൽ ഓപ്പൺ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിവൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂ പാത്ത്, ന്യൂ ഡയറക്ഷൻ കാണിച്ചു തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ പോർട്ടലിലോട്ട് നിങ്ങൾ മാറുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാകാം, ട്രാൻസ്ഫർ ആയിരിക്കാം. ഓക്കെ, ഒരു ഷിഫ്റ്റ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ഒരു പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. കറക്റ്റായിട്ട് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ട്യൂസ്ഡേ ശ്രമിക്കുക. അതുപോലെ തന്നെ സക്സസിൻ്റെ എനർജിയും ചാരിയറ്റും കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്ര, ഓക്കെ, ഗ്രോത്ത്, പ്രോഗ്രസ്, അതെല്ലാം ട്യൂസ്ഡേ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ട്രാവൽ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ട്യൂസ്ഡേ ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒപ്പം, ഫാമിലിയുടെ ഒപ്പം എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് ഈ ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. ആ ഒരു എനർജി. കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, വെനസ്ഡേ വന്നിട്ട് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, സ്വീറ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വെനസ്ഡേ റിസീവ് ആകുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്വീറ്റ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ബുധനാഴ്ച ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികളായിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിൻ്റെ, എന്തെങ്കിലുമൊക്കെ കെയറിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. അവരുടെ ഇമോഷൻസ്, അവരെന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്, അത് കുറച്ചും കൂടെ ഉൾക്കൊള്ളാനായിട്ട്, സമാധാനമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം.
അതുപോലെ തന്നെ ഈ ഒരു വെനസ്ഡേ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ്, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചേക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈശ്വരൻ്റെ ഒത്തിരി സാന്നിധ്യം നിങ്ങൾക്ക് ഈ ഒരു ദിവസം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തേഴ്സ്ഡേ വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. എഗെയിൻ ഒരു ലോൺലിനെസ്, സെൽഫ് വർത്തിൻ്റെ ഇഷ്യൂസിൽ കൂടെയൊക്കെ നിങ്ങൾ പാസ്റ്റിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, അതിനൊരു എന്താ പറയുക ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഈ ഒരു തേഴ്സ്ഡേ ലഭിക്കുന്നതാണ്. കുറച്ച് പേര് കുറേ നാളായിട്ട് പുറത്തൊന്നും പോയിട്ടില്ല, കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഔട്ട്ഡോറിൽ, കുറച്ചും കൂടെ പുറത്തൊക്കെ പോകാനായിട്ട്, ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേരോട് മണി ഫിനാൻസ് ഈ ഒരു ദിവസം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രൈഡേ വന്നിട്ട് 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, ഓക്കെ സ്ഥാപനങ്ങളിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ റിപ്പയറിങ് വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഡീലിങ്സ് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സെയിൽസ് പേഴ്സൺ ആയിട്ടുള്ള ഡീലിംഗ് ആയിരിക്കാം, ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നതായിരിക്കാം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നിട്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൽ നിന്നിട്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നിട്ടായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ്, ഗൈഡൻസ് ഒക്കെ നൽകാനായിട്ടും ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുക്കണോ, സ്വീകരിക്കണോ വേണ്ടയോ, അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ്, കോൺഫ്ലിക്ട്സ് അതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വേർഡ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അവെയർനെസ്സിൽ കൊണ്ടുവരിക, കുറച്ചും കൂടെ എന്താ പറയുക കോഷ്യസ് ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് സാറ്റർഡേ 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം കുറച്ചും കൂടെ ബാലൻസ്ഡിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളെ ഇവിടെ 2 കാക്കകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഇമോഷൻസ് എന്തെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാലൻസിലിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ, ഓക്കെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളോട് നിങ്ങൾ എന്താ പറയുക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ സാറ്റർഡേ ശ്രമിക്കുക. അപ്പോൾ സാറ്റർഡേ വന്നിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ ഉള്ളിലോട്ട് എടുക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ ലെറ്റ് ഗോ ചെയ്യണം, അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് സാറ്റർഡേ നിങ്ങൾ ശ്രമിക്കുക. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ മെൻ്റൽ എന്താ പറയുക തോട്ട് പ്രോസസ്സ് ആയിരിക്കാം. നിങ്ങൾ തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരു അൺബാലൻസിലോട്ട് പോകുന്നുണ്ടാകാം. അത് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാലൻസിൽ ഇരിക്കാനായിട്ട് ഈ ഒരു സാറ്റർഡേ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങളെ തന്നെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സമയം കണ്ടെത്താനായിട്ടും ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. സൺഡേ വന്നിട്ട് 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ നേടാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് വിശ്രമിക്കാനായിട്ട്, ഉറങ്ങാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്താനായിട്ടാണ് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹോം, ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഫോക്കസിൽ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ടി വരുന്നുണ്ടാകാം നിങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ടൈം പീരീഡായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഡിവൈൻ യൂണിയൻ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഓക്കെ നിങ്ങളിലോട്ട് എത്തുന്നുണ്ടാകാം. കുറച്ച് പേര് ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇവിടെ മെയിനായിട്ട് ഈ ട്യൂസ്ഡേ വന്നിട്ട് നിങ്ങൾക്ക് മേജർ ആർക്കാന വന്നിട്ടുണ്ട്. ട്യൂസ്ഡേ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയും കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട്, ക്ഷമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിസീവ് ആകുന്നതാണ് ഈ ഒരു വീക്ക്. അതെല്ലാം മറന്നിട്ട് കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനായിട്ടുള്ള ഒരു ഒരു പവർ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാക്കുതർക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വീക്കിൽ ബാലൻസിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഈ ഒരു വീക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. മെയിനായിട്ടും ഈ ഒരു എനർജിയിൽ വന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഒരു സെക്കൻഡ് ജോബ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഫ്രീലാൻസൊക്കെ ആയിട്ട് നിങ്ങളൊരു സെക്കൻഡ് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങൾ കറക്റ്റായിട്ട് നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു വാർണിംഗ്, എന്തെങ്കിലുമൊക്കെ ഇമെയിൽസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ചിലപ്പോൾ നിങ്ങൾക്ക് റിസീവ് ആകുന്നുണ്ടാകാം. അത് കുറച്ചും കൂടെ കെയർഫുള്ളാകുക, കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിലോട്ടുള്ള അഫർമേഷൻ എന്താ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു വീക്കിലോട്ടുള്ള അഫർമേഷൻസ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 3യുടെ അഫർമേഷൻസ് എന്താണ്? പയൽ നമ്പർ 3. താങ്ക് യു. Gratitude. I am thankful for this life and the opportunities that it presents. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ എനർജി. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള അപ്രീസിയേഷൻ, അവരോടുള്ള നന്ദി നിങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല വേർഡ്സ് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നതാണ്, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സുകൊണ്ടിട്ട് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് വരുന്ന പല പല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ നന്ദിയോടുകൂടി അതിനെ സ്മരിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ. നെക്സ്റ്റ് എന്താണ്? Forgiveness. I acknowledge that harboring resentment blocks the flow of love. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഹീലിങ്ങിൻ്റെ എനർജി. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, വർക്ക് സ്പേസിൽ, ഓക്കെ, നിങ്ങളുടെ ബോസ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ ഒത്തിരി ഹാർഡായിട്ട് എടുക്കാതിരിക്കുക, പേഴ്സണലി എടുക്കാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഫ്ലോയിൽ ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, സ്നേഹത്തിൻ്റെ എനർജി മാറിയിട്ട് അതിന് പകരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലോട്ട് നിങ്ങൾ പോകുന്നതാണ്. ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുക, സംശയം വരിക, ദേഷ്യം വരിക, ആ ഒരു എനർജിയിലോട്ട് പോകുന്നതാണ്. അത് നിങ്ങൾ അനുവദിക്കാതിരിക്കുക ഈ ഒരു വീക്കിൽ. ഓക്കെ, അപ്പോൾ ഫോർഗീവ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസുമായിട്ടും ആകാം. ഓക്കെ, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അത് നിങ്ങൾ ഫോർഗീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുന്നോട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിലോട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചാരിയറ്റ് വന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു ദിവസം അച്ചീവ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഒൺലി തിങ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർഗീവ്നെസ്സിൽ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിലോട്ടുള്ള ഫയൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. Ancestors.
ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആൻസിസ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പൂർവികർ, ഓക്കെ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ കുറച്ച് പേർക്ക് ആൻസിസ്ട്രൽ പാറ്റേൺസ് ഹീൽ ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, താങ്ക് യു. കുറച്ച് പേർക്ക് ആൻസിസ്ട്രൽ ഹീലിങ്ങും ആകാം. നിങ്ങളുടെ ഫാമിലിയായിട്ട്, നിങ്ങളുടെ കുടുംബമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ഓക്കെ നിങ്ങൾക്ക് റിസീവ് ആകുന്നതാണ്. ഹെയർ ഗ്രോത്ത്, ഓക്കെ, ഇവിടെ വന്നിട്ട് ഇതിൽ മെയിനായിട്ട് ഫോക്കസിൽ വരുന്നത് ഗ്രോത്തിൻ്റെ എനർജിയാണ്, വളർച്ചയുടെ എനർജിയാണ്. ഇവിടെ ഞാൻ ഏസ് ഓഫ് പെൻഡക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, വളർച്ച കൊണ്ടുവരാനായിട്ട്, എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറേ കൂടെ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്, പ്രൊജക്ട്സ് കണ്ടെത്താനായിട്ട്, ഓക്കെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോസിബിൾ ആകുന്നതാണ്. നിങ്ങൾ കുറേ നാളായിട്ട് മുടിയൊക്കെ വളരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഭയങ്കര ടെൻഷൻ നിറഞ്ഞ, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെയും കുറേയൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സായിട്ട് ചേർന്നിട്ട് ഒത്തിരി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, അവരുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാവൽ പ്ലാൻസ് ഇടുന്നതായിരിക്കാം. ഓക്കെ, ഫാമിലിയുടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചിലപ്പോൾ പഴയ ഫ്രണ്ട്സ് അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ. താങ്ക് യു. ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസും ആകാം. ഫീനിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജിയിൽ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ടെൻഷനിൽ നിന്നെല്ലാം ഉയർന്നു വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫ്ലൈറ്റിലുള്ള ട്രാവലും ആകാം. ഓക്കെ, ബ്ലെസ്സിങ്സ് പൈൽ നമ്പർ 3, ട്വിൻ ബേബീസ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, ഇത് കുറച്ച് പേർക്ക് പ്രൊജക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. 2 പ്രൊജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, 2 അവസരങ്ങൾ, 2 പ്രൊജക്ട്സ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓഫ് കോഴ്സ് ട്വിൻ ബേബീസ് ആയിരിക്കാം. ഓക്കെ, കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിജയം, അതിൽ നിങ്ങൾ സന്തോഷിക്കുക. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. താങ്ക് യു. ബിഗ് ഹാപ്പി ചേഞ്ചസ്. നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സന്തോഷം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വീട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എൻവയറമെൻറ്റിൽ മാറ്റം വരുന്നതായിരിക്കാം. ഇവിടെ വന്നിട്ട് സെൽഫ് സാബോട്ടേജിങ് എനർജി. കുറച്ച് പേർക്ക് നിങ്ങളെ തന്നെ എന്താ പറയുക, സാബോട്ടേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ തന്നെ തോട്ട്സ് കൊണ്ടിട്ട്, നിങ്ങളുടെ തന്നെ ആക്ഷൻസ് കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുക, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു എനർജിയിൽ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ ആ ഒരു ഡാർക്ക് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട്, അത് കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. കണ്ടോ, ഗ്രാറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു വീക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാരൻസിനോട് താങ്ക്ഫുള്ളായിട്ടിരിക്കാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻസ്, ഓവറായിട്ട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, കോപ്പിയിങ് അതേഴ്സ്, ഇവിടെ ഒറിജിനാലിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒറിജിനലായിട്ടുള്ള കണ്ടൻറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലും ഫോക്കസ് നിങ്ങളുടെ എനർജിയിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ആ ഒരു ഗൈഡൻസാണ് ഈ ഒരു വീക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.